വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തത്തിലെ അതിജീവിതർക്ക് വേണ്ടി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിലെ ഗുണനിലവാരം പരിശോധിച്ച് മാധ്യമങ്ങളുടെ നുണപ്രചാരണം പൊളിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നടത്തുന്ന സൈബർ അധിക്ഷേപത്തിന് മറുപടിയുമായി വന്നിരിക്കുകയാണ് മന്ത്രി കെ രാജൻ. കൂലിപ്പണിക്കാരൻ എന്ന് വിളിക്കുന്നതിൽ തനിക്ക് അഭിമാനം മാത്രമേയുള്ളൂ എന്നും മന്ത്രിയായി പ്രവർത്തിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ മുതലാളി രാജൻ എന്ന പേര് തനിക്ക് കിട്ടിയില്ലല്ലോ എന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വയനാട്ടിലെ ടൗൺഷിപ്പിൽ പുതിയതായി നിർമ്മിച്ച വീടുകൾക്ക് വിള്ളൽ വീണു എന്ന് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ തോതിൽ പ്രചാരണം ഉണ്ടായതോടെയാണ് അത് നേരിട്ട് പോയി പരിശോധിച്ചത്. എന്നാൽ അതൊന്നും വിള്ളലല്ല, ഗുണനിലവാര പരിശോധനയുടെ ഭാഗമായി എഞ്ചിനീയർ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തതാണെന്നും നേരിട്ട് ബോധ്യപ്പെട്ടു. ചൂരൽമലക്കാർക്ക് താനൊരു മന്ത്രിയല്ല, ഒരു വീട്ടുകാരൻ തന്നെയാണ്. അവർക്കായി ഒരു വീട് നിർമ്മിക്കേണ്ടുമ്പോൾ അതിൽ വിള്ളൽ ഉണ്ടെന്ന ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് തെറ്റായി എന്ന് പറയുന്നവരോട് എൻ്റെ നാടിൻ്റെ അഭിമാനം കാക്കാൻ വേണ്ടി വന്നാൽ ഇതിലും പൊക്കത്തിൽ ഞാൻ ചിലപ്പോൾ കയറും. മന്ത്രി എന്നതിലുപരിയായി മനുഷ്യത്വം കാത്തുസൂക്ഷിക്കുന്ന മലയാളിയുടെ കടമ കൂടിയാണത്. സൈബറിടങ്ങളിൽ തനിക്കെതിരെ പല വിധത്തിൽ ആക്ഷേപങ്ങളുണ്ടായി. ചിലർ തന്നെ വിളിച്ചത് കൂലിപ്പണിക്കാരൻ രാജൻ, വാർക്കപ്പണിക്കാരൻ രാജൻ എന്നൊക്കെയായിരുന്നു. എന്നാൽ കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വിളി കേട്ടാൽ ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ മറ്റൊന്നുമില്ല. കൂലിപ്പണിക്കാരുടെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന ആളാണ് ഞാൻ. അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നും വിമർശനങ്ങൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. സാധാരണ പോലെയല്ല വയനാട് ടൗൺഷിപ്പിലെ വീടുകൾ നിർമ്മിക്കുന്നത്. വീടുകൾക്ക് വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റ് നടത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചതുമാണ്. ഏത് കാലാവസ്ഥയെയും ഈ വീടുകൾ അതിജീവിക്കുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നിർമ്മിച്ച വീടിൻ്റെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. ടെറസിൽ നിന്നും വെള്ളം ഏതെങ്കിലും വിധത്തിൽ താഴേക്ക് പോകുന്നത് കണ്ടാൽ അവിടെ അപ്പോക്സി ട്രീറ്റ്മെൻറ്റ് നടത്തും. അതിനുശേഷം 24 മണിക്കൂർ വെള്ളം നിർത്തി നനവ് ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും. അതിനുശേഷം 2 തവണ സ്വിമ്മിംഗ് പൂൾ വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫിങ്ങിന് മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്യും. ഉന്നതരായ സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരമാണ് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തീരുമാനിച്ചത്. ഗുണനിലവാര പരിശോധനയിൽ 2 വീടുകൾക്കാണ് നനവുണ്ടായതായി കണ്ടെത്തിയത്. അത് ഏതെങ്കിലും മഴയിൽ ചോർന്ന് ഒലിച്ചതല്ല. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റിന്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം കെട്ടിനിർത്തി പരിശോധിച്ചപ്പോഴാണ് നനവ് കണ്ടെത്തിയത്. നിർമ്മാണ കമ്പനിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് നനവ് കണ്ടെത്തിയ ഭാഗത്ത് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോൾ അതൊരു വിള്ളലാണെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് സർക്കാർ ഏജൻസിയായ കിഫ്കോണിന്റെ വിദഗ്ധരായ എഞ്ചിനീയർമാർ അറിയിച്ചത്. എഞ്ചിനീയർമാർ പറഞ്ഞത് ശരിയാണോ എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയ ആ ഭാഗം മായ്ച്ച് കാണിച്ചത് എന്നും മന്ത്രി പറഞ്ഞു. ടൗൺഷിപ്പിലെ വീടുകൾ ഉടമസ്ഥർക്ക് നൽകുന്നതിന് മുമ്പ് ഊരാളുങ്കൽ മാത്രമായും പിന്നീട് കിഫ്കോണുമായി ചേർന്നും സംയുക്ത പരിശോധന നടത്തും. അതിനുശേഷം വീട്ടുടമസ്ഥരും ഊരാളുങ്കലും കിഫ്കോണും ചേർന്ന് പരിശോധന നടത്തും. പിന്നീട് പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ 5 വർഷം വാറണ്ടിയുമുണ്ട്. ദുരന്തം നടന്ന് 21 മാസങ്ങൾ കഴിഞ്ഞിട്ടും 1 മാസത്തെയും വാടകയോ ദിനപത്തയോ ഭക്ഷ്യ കൂപ്പണോ മുടങ്ങിയിട്ടില്ല. ബന്ധപ്പെട്ട എല്ലാവർക്കും സുരക്ഷിതമായ വീട് നൽകും. ഏറ്റവും വേഗത്തിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്നും കൂടെ മന്ത്രി രാജൻ പറയുന്നു. ഇക്കാര്യത്തിൽ പ്രതികരിച്ച ടൗൺഷിപ്പിലെ വീട്ടുടമ നൌഫലിനെതിരെ യാതൊരുവിധ സൈബർ ആക്രമണങ്ങളും നടത്തരുതെന്നും മന്ത്രി പറഞ്ഞിരുന്നു. നൌഫൽ ദുരന്ത ബാധിതനാണ്. എന്നാൽ ഒരു ദുരന്ത ബാധിതൻ ഹൃദയവേദനയോടെ അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ പറയുമ്പോൾ ചുറ്റും കൂടി നിന്ന് ചിരിക്കുകയും ചൂളമടിക്കുകയും ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും മന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ട ദുരന്തത്തിൽ 16 ബന്ധുക്കളെയാണ് നൌഫലിന് നഷ്ടപ്പെട്ടത്. പുതുതായി നിർമ്മിച്ച വീട് ഒലിച്ചു പോയിരുന്നു. പ്രവാസിയായിരുന്ന നൌഫൽ ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ നൌഫലിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ആക്ഷേപം ഉന്നയിക്കുന്നത് കൂടാതെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുന്നവരും ഉണ്ടെന്നാണ് നൌഫൽ പറയുന്നത്. കോൺഗ്രസിൽ നിന്നും പണം വാങ്ങി നൌഫൽ നുണ പറയുകയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ കമന്റുകൾ. 16 പേര് പോയി, പക്ഷേ ശരിക്കും നീ പോയിരുന്നതിൽ നന്നായിരുന്നു. എടാ സുഡാപ്പി, പോയി വേറെ വീട് നോക്ക്, നീ നരകിച്ച് ചാവും തുടങ്ങി കടുത്ത അധിക്ഷേപങ്ങളാണ് നൌഫലിനെതിരെ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം നൌഫൽ മാധ്യമങ്ങളെ കണ്ടിരുന്നു. നൌഫൽ യൂത്ത് കോൺഗ്രസുകാരനാണ് എന്ന് ആരോപിച്ചതും വിമർശനങ്ങളുണ്ട്.